ഞാനിപ്പോൾ ഉള്ളത് നാട്ടിലാണ് കേട്ടോ. ഞാൻ മാത്രമല്ല, ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ ഉണ്ട് കേട്ടോ. എന്താ സംഭവം ഞാൻ പറയാം. ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ നാട്ടിൽ ലഹരിയില്ല കേട്ടോ. ലഹരിയാകാം കളിയോട് എന്ന് പറയുന്ന ആക്റ്റീവായ 3 ക്ലബ്ബുകളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളും നിലവിൽ ഇവിടെ ഉണ്ട്. ലഹരിയില്ലാത്ത ഒരു നാടാവാൻ ഇത് തന്നെ ധാരാളമല്ലേ. ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലഹരിയാകാം കളിക്കളത്തോട് എന്ന ലഹരിക്കെതിരെ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ നാട്ടിൽ സംഘടിപ്പിച്ച ഈ ഒരു കളിയിൽ ഞാനും പങ്കെടുത്തു. ലഹരിമുക്ത നാടിനായി ആ നാട്ടിലെ യുവജന സംഘടനകൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് എൻ്റെ ഈ നാട്. എല്ലാ വർഷവും പ്രായഭേദമന്യേ 50-ലധികം ആളുകൾ പങ്കെടുക്കുന്ന ക്ലബ് ടൂർ, ലഹരിമുക്ത ക്യാമ്പുകൾ, കുളം വൃത്തിയാക്കൽ, നീന്തൽ പരിശീലനം, കായിക പരിശീലനം തുടങ്ങി എല്ലാം ഈ നാട്ടിൽ കാലങ്ങളായി ഉണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ക്ലബ്ബുകളും സംഘടനകളും നിർജ്ജീവമാകുമ്പോൾ അരാഷ്ട്രീയം പറയുന്ന ന്യൂജൻ പിള്ളേർ കയറി വരും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ പതിയെ ലഹരിയിലും എത്തും. നിങ്ങളുടെ നാട്ടിൽ ആക്റ്റീവ് അല്ലാത്ത ക്ലബ്ബുകൾ ഉണ്ടെങ്കിൽ അതിനൊന്ന് ആക്റ്റീവാക്കിയെടുത്ത് നല്ലൊരു കൂട്ടായ്മ രൂപീകരിച്ചാൽ ആരെങ്കിലും വഴിതെറ്റി പോകുന്നുണ്ടെങ്കിൽ അറിയാനും മുളയിലെ നുള്ളാനും കഴിയും എന്നുള്ള കാര്യം തീർച്ചയാണ്.